നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സുക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ദേശം 50 ദിനങ്ങൾ ശുക്രൻ കർക്കിടകം രാശിയിലുണ്ടാകും. ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. 2 ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ കാരകഗ്രഹമാണ്. ഭൗതിക സുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ. 1201 ചിങ്ങമാസം 5-ാം തീയതി പുലർച്ചെ 1:15 ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത്. അതായത് 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ 50 ദിനക്കാലങ്ങൾ. അതായത് 1201 കന്നിമാസം 23-ാം തീയതി 2025 ഒക്ടോബർ മാസം 9-ാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ശുക്രൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ചാരവശാൽ ശുക്രൻ 4-ാം ഭാവത്തിലാണ് മേടൻ രാശിക്കാർക്ക്. അവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ, 5-ാം ഭാവത്തിൽ ആദിത്യൻ, കേതു, 6-ൽ ചൊവ്വ, 11-ൽ വ്യാഴം, 12-ൽ ശനി. ഏതായാലും ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. ശത്രുക്ഷേത്രത്തിലാണ്. എങ്കിലും അവിടെ ഒരു യോഗമുണ്ട്. രാശ്യധിപനായ കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രനോടുകൂടി ശുക്രൻ ബുധനുമായി യോഗം ചെയ്ത് ഒരു ത്രിഗ്രഹ യോഗത്തോടു കൂടി നിൽക്കുന്നു. നല്ലൊരു യോഗമാണ്. ഏതായാലും ശുക്രൻ്റെ രാശിചാരം വരുന്ന ഈ ഒരു 50 ദിവസക്കാലം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമയമാണ്. എന്തുകൊണ്ടാണ്? ശുക്രൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നു. ശുക്രൻ 4-ാം ഭാവത്തിൽ വളരെ ബലവാനാണ്. ദിഗ്ബലമുണ്ട്. വ്യാഴത്തിനും ശുക്രനും 4-ാം ഭാവത്തിൽ ദിഗ്ബലമാണ്. അതിനാൽ ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്. സ്വതവേ മേടൻ രാശിക്കാർക്ക് രാശിധിപനായ ചൊവ്വ ബലവാൻ ശത്രുജിതസ്യ ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്ന ഫലത്തോടുകൂടി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനെ ഒന്നും കൂടെ ഈ ശുക്രൻ എന്ത് ചെയ്യുന്നു? 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് അതിനെ നന്മകൾ പ്രദാനം ചെയ്യുന്നു. ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏതെല്ലാം ഭാവത്തിൻ്റെ അധിപനാണെന്ന് നിങ്ങൾ അറിയണം. മേടൻ രാശിക്കാർക്ക് 2-ാം ഭാവത്തിൻ്റെയും 7-ാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ. 2-ാം ഭാവം എന്നാൽ ധനമാകുന്നു, കുടുംബമാകുന്നു, തൻ്റെ വാക്കാകുന്നു. 7-ാം ഭാവം എന്നാൽ തൻ്റെ വിവാഹമാണ്, തൻ്റെ വിദേശ യാത്രയാണ്, തൻ്റെ ഭാര്യാഗ്രഹമാണ്, തൻ്റെ ഭാര്യയാണ്. ഈ 2 ഭാവങ്ങൾക്കും ശുക്രൻ വളരെയധികം സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്യും. വരാഹമിഹിര ആചാര്യൻ ശുക്രൻ്റെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നത് ദിഭാര്യോർത്തി ഭീരുഹു പ്രബലമത ശോകശ്ച ശശിഭേ. ദിഭാര്യ 2 ഭാര്യ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രബലമത ശോക, പ്രബലമായ മതം, കാമം, ശോകം, ദുഃഖം ഇതൊക്കെ അനുഭവിക്കും. ഉദാഹരണമായി പുതുതായി ഫ്രഷായി വിവാഹം കഴിച്ച ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാർ, ഭർത്താവ് വിദേശത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മിലിറ്ററിയിൽ പോവുകയാണ്. അയാൾക്ക് ഭാര്യയെ കൂട്ടി പെട്ടെന്ന് പോകാൻ കഴിയില്ല. ആ സമയത്ത് എന്ത് സംഭവിക്കും? ആ വിവാഹത്തിൻ്റെ ഹണിമൂണിൻ്റെ തീവ്രതയുള്ള സമയത്താണ് ഭർത്താവിന് തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വരിക. ആ സമയത്ത് തീവ്രമായ കാമവും ഉണ്ടാകും, ശോകമുണ്ടാകും, ദുഃഖമുണ്ടാകും, പൊട്ടിക്കരയും ഭാര്യ. ആ ഒരു പാർഷ്യൽ സെപ്പറേഷൻ അത് അവർണ്ണനീയമാണ്, വർണ്ണനാതീതമാണ്. എങ്ങനെ ദുഃഖം സഹിക്കുമെന്നൊരു വിഷയം പുതുതായി കല്യാണം കഴിച്ച പ്രണയികൾക്ക്, കമിതാക്കൾക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാനസികമായി അവർ തകർന്നു പോകും. ആ പ്രബലമായ കാമത്തിൻ്റെ പൂർണ്ണതയുള്ള സമയത്താണ് വിരഹം വരുന്നത്. അത് എന്തിലേക്ക് സംഭവിക്കും? അത് എന്തിലേക്ക് നയിക്കും? അത് വലിയ ശോകത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാകും. പലർക്കും വീട്ടിലേക്ക് പുതിയ പട്ടികളെ, പൂച്ചകളെയൊക്കെ വീട്ടിൽ വാങ്ങാം. പലത്തു ജാൻവർ, വളർത്തുമൃഗങ്ങളായി വീട്ടിലേക്ക് കൊണ്ടുവരും. ഡയറി ഫാം വികസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ ലോണ് കിട്ടും. അവർക്ക് പശുക്കളെ വാങ്ങും. പാൽ കുടിച്ച് നന്നായി ജീവിക്കാം.
ചന്ദ്രനും ശുക്രനും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ജലഗ്രഹങ്ങളാണ്. പാല് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ജ്യൂസ് കോർണർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുവാനുള്ള ഫൈനാൻസ് ബാങ്കിൽ നിന്ന് ലഭിക്കും. അതിലൂടെ സാമ്പത്തികമായ ഔന്നത്യത്തിലേക്ക് മേടൻ രാശിക്കാരെ നയിക്കും ഈ ഒരു ശുക്രൻ്റെ 50 ദിവസക്കാലം. അതിനാൽ നിങ്ങൾ ലോൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ അനുകൂലമാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ അനുകൂലമാണ്. വിവാഹം നിങ്ങൾക്ക് നടത്താം. വിവാഹങ്ങളുമായി ബന്ധപ്പെടുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. പൂർണ്ണമായ സ്വത്ത് പാർട്ട്ണർഷിപ്പിൽ ഈ 50 ദിവസത്തിനിടയ്ക്ക് ലഭിക്കും. സ്വത്ത് വിഷയത്തിലേക്ക് തീരുമാനമുണ്ടാകാം. പുതിയ തറ കെട്ടാം. ചിങ്ങം മാസം ഏറ്റവും നല്ല മാസമാണ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. അതിനാൽ വീട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾ വീട് ഭൂമി ഒരുക്കണം. അതിന് വളരെ അനുകൂലമായ സമയമാണ്. മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ഈ ഒരു 50 ദിവസക്കാലം. അതിനുവേണ്ടി ഉത്സാഹിക്കുക. നല്ല സൗഹൃദങ്ങളുണ്ടാകും. ഡാൻസ് മുതലായ കലാപരിപാടികൾക്ക് വളരെ നല്ലതാണ്. അരങ്ങേറ്റം നല്ലതാണ്. അതിനാൽ നമ്മുടെ വിദ്യാരംഭം മുതലായ സമയങ്ങളൊക്കെ അഷ്ടമി, നവമി, ദശമിയൊക്കെ വരുന്നുണ്ട്. ആ സമയം വരെ ശുക്രൻ 4-ലാണുള്ളത്. അതിനാൽ നിങ്ങളുടെ കലാപ്രവർത്തനങ്ങളെ അതിനെ സംഘടിപ്പിക്കുവാനും അതിലൂടെ അത് പബ്ലിക്കായി എക്സ്പ്രസീവായി മുന്നോട്ട് നയിക്കുവാനും മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. നന്നായി ശുക്രനെ ഭജിക്കുക. ശുക്രൻ സരസ്വതിയാണ്, ദേവിയാണ്, അന്നപൂർണയാണ്, യക്ഷിയാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭൗതമേ സദാ എന്ന് ജപിച്ചുകൊണ്ട് ഓരോ വിഷയത്തിലും ഇടപെടുക. ഓം സം സരസ്വത്യേ നമഃ എന്നതാകട്ടെ ഈ 50 ദിവസവും നിങ്ങളെ പ്രാർത്ഥന. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 50 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.